ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഇത് കുറച്ച് പഴയ ഒരു കൺസെപ്റ്റാണ്, ടൈം കൺസ്യൂമിങ്ങും ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട്, ഈ മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഓക്കെ, ഈ ഇക്വേഷൻസിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ഈ ഒരു മെത്തേഡിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഡിഫ്ലക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് y അല്ലെങ്കിൽ ഡെൽറ്റ വെച്ചിട്ടാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ y ആയിട്ടാണെങ്കിൽ, റെപ്രസെൻ്റ് ചെയ്യുന്നത് y ആയിട്ടാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആയിരിക്കും. അതായത് y വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് സ്ലോപ്പ്. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ei d²y/dx² ആണ്. ഓക്കെ, ഈ സ്ലോപ്പിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ യും കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ഇക്വേഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ്. ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ ചെയ്തിട്ട് എടുത്ത വാല്യൂ ഡയറക്റ്റ് പറയാണ്, നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഡിഫ്ലക്ഷൻ y ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആയിരിക്കും. ഓക്കെ, ഡിഫ്ലക്ഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും സ്ലോപ്പ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആ സ്ലോപ്പിന്റെ ഇക്വേഷനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ d²y/dx² കിട്ടും. അതിനെ ei ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. ഓക്കെ, ei എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ei എന്ന് പറയുന്നത് ഫ്ലെക്സറൽ റിജിഡിറ്റി ആണ്. ഫ്ലെക്സറൽ റിജിഡിറ്റിയിൽ e എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ആണ് ഈ. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ei d²y/dx² ആണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ei d3y/dx³ ആയിരിക്കും. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ് ഷിയർ ഫോഴ്സ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ് ഷിയർ ഫോഴ്സ്. അത് നമ്മൾ ഓൾറെഡി MOSൽ പഠിക്കുന്നതാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു x വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റേറ്റ് ഓഫ് ലോഡിങ്. ഓക്കെ, റേറ്റ് ഓഫ് ലോഡിങ് ആണ്, അല്ലെങ്കിൽ ലോഡിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ ഷിയർ ഫോഴ്സിന്റെ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു x വീണ്ടും നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റേറ്റ് ഓഫ് ലോഡിങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം റേറ്റ് ഓഫ് ലോഡിങ് അല്ലെങ്കിൽ ലോഡിങ് ഈസ് ഈക്വൽ ടു ei d⁴y/dx⁴. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 എക്സ്പ്രഷൻ നമ്മൾ എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു dy/dx, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ei d²y/dx², ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ei d3y/dx³, ലോഡിങ് ഓർ റേറ്റ് ഓഫ് ലോഡിങ് എന്ന് പറയുന്നത് ei d⁴y/dx⁴. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻസിയേഷൻ ചെയ്താൽ അത് സ്ലോപ്പ് ആണ്. സ്ലോപ്പിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ei ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബെൻഡിങ് മൊമെന്റ് ആണ്. ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടും. ഷിയർ ഫോഴ്സിന്റെ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു x വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് റേറ്റ് ഓഫ് ലോഡിങ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ei d²y/dx² ആണ്. അതായത് നമുക്ക് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ, ഓക്കെ, ആ മെത്തേഡിന്റെ പേര് തന്നെയാണ് ഡബിൾ ഇന്റഗ്രേഷൻ. ഡബിൾ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 2 പ്രാവശ്യം ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ei d²y/dx² എന്ന് പറയുന്ന ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് അത് സ്ലോപ്പിന്റെ ഒരു എക്സ്പ്രഷൻ ആക്കി കൊണ്ടുവരാൻ പറ്റും. അതിനെ വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫ്ലക്ഷൻ ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റ്. ജസ്റ്റ് എന്താ കൺസെപ്റ്റ് എന്ന് ഞാൻ പറയാം, ബാക്കി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ഒരു കാൻഡിലിവർ ബീം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, കാൻഡിലിവർ ബീം അതിന്റെ ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് W ആണ്, സ്പാൻ L ആണെങ്കിൽ, ഓക്കെ, ഞാൻ ഇവിടുത്തെ ഈ ഒരു പോർഷനിലെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫസ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് ഇത് എയും ബിയും ആണെങ്കിൽ എയിന്ന് ഞാൻ x ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, എയിന്ന് x ഡിസ്റ്റൻസ് ആണെങ്കിൽ ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L - x ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഈ സെക്ഷനിലേക്ക്, ഇതിപ്പോ സെക്ഷൻ XX ആണ്, ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം A. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് x എന്ന് പറയുന്നത് എന്തായിരിക്കും? XX എന്ന് പറയുന്ന സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് വിൽ ബി -W into L - x ആയിരിക്കും.
അല്ലെ, ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം ഈ സെക്ഷൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L-X ആണ്. കാൻഡിലിവർ ആയതുകൊണ്ട് നമ്മൾ ഫ്രീ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസിലാണ് മൊമെന്റ് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു L-X എന്നായിരിക്കും ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, പിന്നെ നമുക്കറിയാം ഏതൊരു സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് EI d2y/dx² എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ XX കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ജനറലി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് EI d2y/dx² ആണ്. ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിന് ഒരു പ്രാവശ്യം ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ EI ഇൻറ്റു dy/dx ആവും എക്സ്പ്രഷൻ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ. അതിനനുസരിച്ച് ഇവിടെയും മാറ്റം വരും. അതിനെ വീണ്ടും നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ EI ഇൻറ്റു y ആവും. അപ്പോൾ ഈ ഇക്വേഷനിൽ വീണ്ടും അടുത്ത ഇക്വേഷനിലേക്ക് വരുമ്പോൾ ആ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോഴുള്ള മാറ്റം ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് സ്ലോപ്പിന്റെ എക്സ്പ്രഷനായി, ഇവിടെ ഡിഫ്ലക്ഷന്റെ ഇക്വേഷനായി. ഓക്കെ, ഇനി നമ്മൾ അതിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട്, ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ, അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഞാൻ ജസ്റ്റ് എന്താന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനിൽ നമ്മൾ എക്സ് ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ, x = 0, അതായത് x ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഒറിജിൻ A ആണ്. അപ്പം x 0 ആകുമ്പോൾ അത് ഫിക്സ്ഡ് എൻഡ് തന്നെയാണ് അല്ലെ. ഫിക്സ്ഡ് എൻഡിൽ ഇപ്പൊ കാൻഡിലിവർ ബീമിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സ്ഡ് എൻഡിലുള്ള ഡിഫ്ലക്ഷനും സ്ലോപ്പും 0 ആണ് അല്ലെ. അറ്റ് ഫിക്സ്ഡ് എൻഡ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഈസ് 0. ഓക്കെ, എന്നാൽ ഫ്രീ എൻഡിൽ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഈസ് മാക്സിമം. ഓക്കെ, അപ്പോൾ അറ്റ് x = 0 ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് 0 എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ഇന്റഗ്രേഷനിൽ വരുന്ന കോൺസ്റ്റന്റ് സോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷൻ, ഈ ഒരു കൺസെപ്റ്റിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന വഴി നമുക്ക് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് കൺസെപ്റ്റ്. ഇനിയിപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ബീമില് സപ്പോർട്ടില് ഡിഫ്ലക്ഷൻ വിൽ ബി 0. ഓക്കെ, സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും, സ്ലോപ്പ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ഡിഫ്ലക്ഷൻ 0, സ്ലോപ്പ് മാക്സിമം. ഇനി മിഡ് സ്പാനിൽ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പം ലോഡ് ഇപ്പോൾ കറക്റ്റ് സെൻട്രലാണ് അല്ലെങ്കിൽ ഫുൾ സ്പാനിൽ UDL ഒക്കെ ആണെങ്കിൽ മിഡ് സ്പാനിലേക്ക് വരുമ്പം, ഓക്കെ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് വരുമ്പം അവിടെ ഡിഫ്ലക്ഷൻ മാക്സിമത്തിലേക്ക് വരും. ഓക്കെ, മിഡ് സ്പാനിൽ ഇപ്പോൾ പോയിന്റ് ലോഡ് സെന്ററിലും ഫുൾ സ്പാൻ UDL ഒക്കെ ആണെങ്കിൽ ഡിഫ്ലക്ഷൻ മാക്സിമം മിഡ് സ്പാനിലായിരിക്കും, സ്ലോപ്പ് അപ്പോൾ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ബീം ആൻഡ് കാൻഡിലിവർ. അപ്പോൾ ഇതിൽ ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. കാൻഡിലിവർ ബീമിനെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, കാൻഡിലിവറിന്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് വരുന്നത്? കാൻഡിലിവറിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് അതിൽ യാതൊരു മൂവ്മെന്റ് അലോ ചെയ്യില്ല. ഇവിടേക്ക് വരുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം. ഓക്കെ, അതുപോലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയി ടാൻജന്റ് വരച്ചാൽ അതും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പം ഇത് രണ്ടും മാക്സിമം വരുന്നത് ഫ്രീ എൻഡിലാണ്. എന്നാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ സംബന്ധിച്ചിടത്തോളം ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ ഇതും ഹൊറിസോണ്ടൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. എന്നാൽ ഡിഫ്ലക്ഷൻ ഇവിടെ വന്നു തുടങ്ങിയിട്ടില്ല സപ്പോർട്ട്സിൽ അല്ലെ. അപ്പൊ ഡിഫ്ലക്ഷൻ ഇവിടെ 0 ആണ്, എന്നാൽ തീറ്റ മാക്സിമം ആണ്. എന്നാൽ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് സെന്ററിൽ എത്തുമ്പോൾ ലോഡ് സെന്ററിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മിഡ് സ്പാനിലെ ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം. അവിടുത്തെ സ്ലോപ്പ് നമ്മൾ വരച്ചാൽ, അതായത് സെന്ററിലൂടെ ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റും ഹൊറിസോണ്ടലും ഒരേപോലെയാ പോകുന്നത് അല്ലെ. അപ്പൊ അതായത് ഹൊറിസോണ്ടലും ടാൻജന്റ് അവിടെ ആംഗിൾ മേക്ക് ചെയ്യുന്നില്ല. തീറ്റ വിൽ ബി 0 അറ്റ് മിഡ് സ്പാൻ, സ്ലോപ്പ് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബെൻഡിങ് മൊമെന്റിന്റെ കൺസെപ്റ്റ് ആണെന്നുള്ള അറിഞ്ഞിരിക്കുക. അതായത് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യും. അത് നമുക്ക് അറിയാവുന്ന ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ EI d2y/dx² ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, 2 എക്സ്പ്രഷൻസ് ഫോം ചെയ്യും. അതിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യും. അതായത് ഇപ്പം കാൻഡിലിവറിലാണെങ്കിൽ x 0 ആവുമ്പോൾ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് 0 ആണ്. x വാല്യൂ L ആവുമ്പോൾ
അത് ഡിഫ്ലക്ഷനും സ്ലോപ്പ് മാക്സിമം ആയിരിക്കും. അതുപോലെ സിംപ്ലി സപ്പോർട്ടിൽ വരുമ്പം എക്സ് 0 ആകുമ്പോൾ, ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഇവിടുന്നാണ് കാണുന്നതെങ്കിൽ, എക്സ് ഇവിടുന്നാണ് എടുക്കുന്നതെങ്കിൽ എക്സ് 0 ആകുമ്പോൾ ഡിഫ്ലക്ഷൻ വിൽ ബി 0 ആൻഡ് എക്സ് L/2 ഇത് സ്പാൻ L ആണെങ്കിൽ Lന്റെ പകുതി എത്തുമ്പോൾ ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം. അതുപോലെ എക്സ് 0 ആവുമ്പോൾ സ്ലോപ്പ് വിൽ ബി മാക്സിമം. എക്സ് L/2 ആവുമ്പോൾ ഡിഫ്ലക്ഷൻ വിൽ ബി 0, സോറി, ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം. ഓക്കെ, അതായത് എക്സ് L/2 ആവുമ്പോൾ സ്ലോപ്പ് വിൽ ബി 0 ആൻഡ് ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം. ഓക്കെ, അതേപോലെ എക്സ് L ആവുമ്പോഴും അവിടെ സ്ലോപ്പ് മാക്സിമം ആണ്, ഡിഫ്ലക്ഷൻ 0 ആണ്. എക്സ് L ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത സപ്പോർട്ടിലെത്തി. ഇത് എയും ബിയും ആണെങ്കിൽ അത് ബിയിലേക്ക് എത്തി. ഓക്കെ, അപ്പം ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് the deflection. Find out the deflection at the free end of a cantilever when a point load acting at the free end of the cantilever beam by double integration method. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാന്റിലിവർ ബീമിന്റെ ആണ്. അതായത് അതിന്റെ ഫ്രീ എൻഡില്, കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം പ്രോബ്ലം. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സൊല്യൂഷൻ. നമുക്ക് ആദ്യം ഒരു ബീം കൺസിഡർ ചെയ്യാം, കാന്റിലിവർ ബീം കൺസിഡർ ചെയ്യാം. ഇപ്പം വേറെ ലോഡിന്റെ കാര്യം പി എന്നോ ഡബ്ല്യു എന്നോ ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഞാനിവിടെ തൽക്കാലം ഡബ്ല്യു ആണ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡ് എടുക്കുവാണ്. അതുപോലെ ഈ കാന്റിലിവർ ബീമിന്റെ ലെങ്ത് ഞാൻ L എന്ന് പറഞ്ഞെടുക്കുവാണ്. ഓക്കെ, ഇത് എ, ഇത് ബി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനായി അല്ലെ, അതായത് ഒരു കാന്റിലിവർ ബീം, ആ കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിലുള്ള ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മള് പക്കാക്കി അല്ലെ, ക്വസ്റ്റ്യൻ നമ്മള് പക്കാക്കി. ഇത് എ, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നമ്മളെ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് അല്ലെ. കൺസിഡർ എ സെക്ഷൻ. ഡബിൾ ഇന്റഗ്രേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺസിഡർ എ സെക്ഷൻ xx at a distance from A എടുക്കാം. A എന്ന് പറയുന്ന പോയിന്റ് നിന്ന് ഒരു x ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഇതാണ് xx എന്ന് പറയുന്ന സെക്ഷൻ. ഡിസ്റ്റൻസ് xx സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ x എന്ന് പറയുന്ന സെക്ഷനിലെ, അതായത് xx എന്ന് പറയുന്ന സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ഓക്കെ, അപ്പം mx ബെൻഡിങ് മൊമെന്റ് x, ദാറ്റ് ഈസ് mx ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എക്സ്പ്രഷൻ വരിക? ഇപ്പൊ
ഇപ്പൊ കാൻലിവർ ബീം ആണ്. കാൻലിവർ ബീം ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ നമ്മൾ ഫ്രീ എൻഡ് നോട്ടാ ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ആ ഫോം ചെയ്യേണ്ടത്. അതായത് ഈ ഫുൾ എൽ ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ മൈനസ് എക്സ് ആയിരിക്കും. എൽ മൈനസ് എക്സ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യുക ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? താഴോട്ട് ആക്ട് ചെയ്യുന്നു. നമ്മുടെ എക്സ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലാണുള്ളത്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അത് മൈനസ് ആണ്. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൊമെന്റ് എടുക്കുമ്പോൾ അത് മൈനസ് ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യുമ്പോൾ അപ്പൊ മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, മൈനസ് എം എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ്. ഈ ഡിസ്റ്റൻസ് ആണ് ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ്. ഓക്കെ, അതാണല്ലോ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം bending moment at, we know that bending moment at any section, ഏതൊരു സെക്ഷനിലെയും ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് EI d square y by dx square എന്നുള്ളതാണ്. ഓക്കെ, അപ്പം we know that bending moment at any section, bending moment at any section, m is equal to EI d square y by dx square. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെന്റിന് രണ്ട് എക്സ്പ്രഷൻ എം എക്സ്. ഓക്കെ, അതായത് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള, അതായത് എ എന്ന് പറയുന്നതിന്റെ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനും, അതുപോലെ തന്നെ ഏത് സ്ഥലത്തെയും നമുക്ക് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന ടേം ആണ് EI d square y by dx square. അപ്പം നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. Equating these values of bending moment, equating these values of bending moment, EI d square y by dx square is equal to minus w into L minus x. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എഴുതാം. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് ആ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കാം. d square y by dx square is equal to minus wl plus wx എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കി വെച്ചോളൂ. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് dy by dx എന്ന് പറയുന്ന ടേം ആവും. dy by dx എന്ന് പറയുന്നത് സ്ലോപ്പ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പം ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് EI d square y by dx square എന്നുള്ളത് dy by dx ആയി മാറും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ. EI into dy by dx ആയി. ഇനി WL നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് WL x എന്നാവും. ഓക്കെ, ഇനി WX നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ WX square by 2 എന്നാവും. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ടേമും കൂടി വരും. അത് C1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ സ്ലോപ്പിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, അതായത് dy by dx വരുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആക്കി ഞാൻ വെച്ചു. എനിക്ക് സ്ലോപ്പ് അല്ല വേണ്ടത്, എനിക്ക് ഡിഫ്ലക്ഷൻ ആ വേണ്ടത്. സ്ലോപ്പ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. എന്നിരുന്നാലും ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റിംഗ് അഗെയിൻ ഒരു പ്രാവശ്യം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് EI into y നായി, dy by dx ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ EI into y നായി മാറും. dy by dx y ആയി മാറും. ഇനി ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ മൈനസ് WL x square divided by 2. ഓക്കെ, ഇവിടെ x നെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ x square by 2 ആയി. ഇനി പ്ലസ് ഇവിടെ x square ഓൾറെഡി ഉണ്ട്. അപ്പൊ W x cube by
3 എന്ന് വരും. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, അപ്പൊ 2 into 3 എന്ന് പറയുമ്പോൾ 6 ആവും. ഓക്കെ, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. അപ്പൊ 3 into ഇവിടെയുള്ള 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് w എക്സ് ക്യൂബ് ബൈ 6 എന്ന് എഴുതാൻ പറ്റും. ഇനി പ്ലസ് c1 ആണ്, അപ്പൊ അതിന്റെ കൂടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ c1 എക്സ് എന്നുള്ള ടേം വരും. ഇനി ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുണ്ട് c2. ഇത് ഇക്വേഷൻ നമ്പർ 3 ആക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ സ്ലോപ്പിന്റെ ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്, dy/dx ന്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഡിഫ്ലക്ഷന്റെ എക്സ്പ്രഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയത് ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കോൺസ്റ്റന്റ്സ് ഉണ്ട്, c1 ആൻഡ് c2. അപ്പൊ ആ രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ c1 c2 കണ്ടുപിടിക്കാനായിട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ബൗണ്ടറി കണ്ടീഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, കാൻഡിലിവറിൽ എന്തായിരിക്കും ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് വരിക ഒന്ന് നോക്കിയാൽ മതി. കാൻഡിലിവർ ബീമില് ഫിക്സ്ഡ് എൻഡിൽ, കാൻഡിലിവർ ബീമില് ഫിക്സ്ഡ് എൻഡില് സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആണ് അല്ലെ. ഫിക്സ്ഡ് ആകുമ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ at fixed end slope is equal to 0, fixed end. Okay, dy by dx is equal to 0 and y is equal to 0. ഫിക്സ്ഡ് എൻഡില് കാൻഡിലിവർ ബീം ആണെങ്കിൽ, അതായത് ഫിക്സ്ഡ് എൻഡിൽ ആണെങ്കിൽ അവിടെ സ്ലോപ്പും ഉണ്ടാവില്ല, ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ നമ്മൾ ചെയ്ത സമയത്ത് സിംപ്ലി സപ്പോർട്ടർ എൻ കണ്ടീഷൻ ആണെങ്കിൽ മാക്സിമം സ്ലോപ്പ് വരുന്നത് സപ്പോർട്ടിലും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് മിഡ് സ്പാനിലുമാണ്. ഓക്കെ, അതായത് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക, എന്നാൽ മാക്സിമം സ്ലോപ്പ് സപ്പോർട്ടിലായിരിക്കും വരിക. ഓക്കെ, അപ്പം ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടിലാണെങ്കിൽ സ്ലോപ്പ് മാക്സിമം ആവുന്നിടത്ത് ഡിഫ്ലക്ഷൻ 0 ആണ്. സ്ലോപ്പ് മാക്സിമം ആവുന്നിടത്ത് ഡിഫ്ലക്ഷൻ 0 ആണ്. ഡിഫ്ലക്ഷൻ മാക്സിമം ആവുന്ന സ്ഥലത്ത് സ്ലോപ്പ് 0 ആണ്. അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിരുന്നത് at x is equal to, ഇപ്പം നമ്മൾ ഈ എൻഡിൽ നിന്നാണ് ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളെങ്കിൽ at x is equal to 0 നമുക്ക് y is equal to, അതായത് ഡിഫ്ലക്ഷൻ is equal to 0 എന്ന് എഴുതാം. അതുപോലെ തന്നെ at x is equal to l/2, അതായത് ടോട്ടൽ സ്പാനിന്റെ സെന്ററിലാണെങ്കിൽ, പോയിന്റ് ലോഡ് സെന്ററിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ x l/2 ആവുമ്പോൾ അവിടെ സ്ലോപ്പ് ദാറ്റ് ഈസ് dy/dx 0 എന്നുള്ള രീതിയിൽ എഴുതാം. എന്നാൽ ഇവിടെ കാൻഡിലിവറിന്റെ കേസ് എടുക്കുമ്പോൾ dy/dxഉം yയും 0 ആവുന്നത് ഫിക്സ്ഡ് എൻഡിലാണ്. നമ്മൾ x ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഫിക്സ്ഡ് എൻഡ് എന്നാണ്. അപ്പൊ നമുക്ക് at x is equal to 0 x-ന്റെ വാല്യൂ 0 ആവുമ്പോൾ dy/dx 0യും ഡിഫ്ലക്ഷൻ 0 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. കാരണം x ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ x-ന്റെ വാല്യൂ 0 ആവുമ്പോൾ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഈ ഒരു കേസിൽ വരാം. ഓക്കെ, അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ ദാറ്റ് ഈസ് at x is equal to 0 dy/dx is equal to 0. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാണ്, അതായത് സ്ലോപ്പ് is equal to 0, x 0 ആവുമ്പോൾ സ്ലോപ്പ് is equal to 0. ഓക്കെ, അപ്പൊ ഇവിടെ ei into dy/dx 0 ആവുക എന്ന് പറയുമ്പോൾ, അതായത് ഇക്വേഷൻ നമ്പർ 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. x 0 ആവുമ്പോൾ dy/dx 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ഈക്വൽ ടു എന്നുള്ള രീതിയിലാണ് വരാം. ഓക്കെ, 0 ഈക്വൽ ടു, ഇനി ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പൊ ആദ്യത്തെ ടേം പോയി. ഓക്കെ, -wl into 0 എന്ന് പറയുമ്പോൾ ഈ ടേം പോയി. അതുപോലെ ഈ ഒരു ടേം എക്സിന്റെ സ്ഥാനത്ത് വീണ്ടും 0 വരുമ്പോൾ w into 0/2 അത് വീണ്ടും 0 ആയി. പിന്നെ c1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും c1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതായത് c1 ഈക്വൽ ടു 0. അപ്പൊ c1ന്റെ വാല്യൂ നമുക്ക് കിട്ടി. എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സ്ലോപ്പിന്റെ ഇക്വേഷൻ, അതായത് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് x 0 ആവുമ്പോൾ, അതായത് ആ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് നമ്മൾ x എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണല്ലോ. അപ്പൊ x 0 ആവുമ്പോൾ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡിൽ തന്നെയാണ്. അപ്പൊ x 0 ആവുമ്പോൾ അവിടെയുള്ള സ്ലോപ്പ് dy/dx 0 എന്നുള്ള രീതിയിലാണ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തത്. അപ്പൊ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഇതാണല്ലോ, ഇക്വേഷൻ നമ്പർ 2 ആണല്ലോ. അപ്പൊ ഇതിൽ dy/dx ന്റെ സ്ഥാനത്ത് ഞാൻ 0 കൊടുക്കുവാണ്. അപ്പൊ ഈ ടേം മൊത്തം 0 ആയി.
ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 0 കൊടുക്കണം. when x is equal to 0 എന്ന് പറഞ്ഞിട്ടാണ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ എക്സ് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോയി, ഇവിടെ 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോയി, ബാക്കി C1 മാത്രമേ ഉള്ളൂ. അപ്പൊ C1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടി. ഇനി അടുത്തത് at x is equal to 0 y is equal to 0, അതായത് x 0 ആകുമ്പോൾ അവിടുത്തെ അതായത് ഫിക്സ്ഡ് എൻഡിലെ ഡിഫ്ലക്ഷനും 0 തന്നെയാണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ y 0 ആണല്ലോ, x is equal to 0 ആകുമ്പോൾ. അപ്പൊ ഈ ടേം ഈക്വൽ ടുന്റെ LHSലുള്ള ടേം 0 ആയി. ഇനി എക്സിന്റെ സ്ഥാനത്തൊക്കെ 0 കൊടുക്കുക, അതായത് ഇവിടെ WLX²/2 ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഈ ടേം ക്യാൻസൽ ആവും. ഇവിടെ x³/6 ഇവിടെയും എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഈ ടേം ക്യാൻസൽ ആവും. C1 into x ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഈ ടേം പോവും, ബാക്കി C2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ C2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ C1ഉം C2ഉം ഈ ഒരു കേസിൽ 0 ആണ്. അപ്പം നമ്മളോട് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ആണല്ലോ. ഓക്കെ, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഡിഫ്ലക്ഷൻ ആണല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ C1ന്റെയും C2ന്റെയും വാല്യൂ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് the value of C1 and C2, substituting the value of C1 and C2 in equation 3 ആണല്ലോ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ. അതുകൊണ്ട് ഇതിന്റെ അകത്ത് C1 C2 വാല്യൂ ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറും. EI into y is equal to C1 C2 0 ആകുമ്പോൾ ഈ ടേം രണ്ടും ഉണ്ടാവില്ല, ബാക്കി വരുന്നത് -WLX²/2 plus WX³/6 plus WX³/6. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഓക്കെ, ഡിഫ്ലക്ഷൻ ഇക്വേഷൻ C1 C2 വാല്യൂ കൊടുത്തതിന് ശേഷം ഇനി നോക്കുക, നമ്മളോട് എവിടുത്തെ ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കാൻഡിലിവർ. അപ്പൊ ഫ്രീ എൻഡ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് 0 ആവുമ്പോൾ ഇതിന്റെ പൊസിഷൻ എയിലാണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ എക്സ് ആവുമ്പോൾ എക്സ് എന്ന് പറയുന്ന സെക്ഷനിലെത്തി. അപ്പം ബി അതായത് ഫ്രീ എൻഡിലെ വാല്യൂ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ എന്തായി മാറും? എൽ ആയിരിക്കും. എക്സ് എൽ ആവുമ്പോഴാണ് അത് ബി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുന്നത്. അപ്പം ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുക്കണം? എൽ കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനത് എൽ കൊടുക്കാനായിട്ട് പോവാണ്. ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഓഫ് ദ കാൻഡിലിവർ ബീം, ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ at the free end substitute x equal to L. Okay, x is equal to L ആയിട്ട് കൊടുക്കാൻ പോവാ. അപ്പൊ EI into y. Okay, x ന്റെ സ്ഥാനത്ത് L കൊടുക്കുമ്പോൾ -WL into L² divided by 2 plus W into L³ divided by 6. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ EI into y is equal to -WL³ by 2 plus WL³ by 6. അപ്പൊ നമുക്കിത് കോമൺ ആയിട്ട് നമുക്ക് 6 ഡിനോമിനേറ്ററിൽ എടുക്കാം. അപ്പൊ EI into y is equal to 6 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ആണുള്ളത്. അപ്പൊ അത് 6 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ -3WL³ plus WL³ that is EI into y is equal to -3WL³ plus WL³ എന്ന് പറയുന്നത് എന്താണ്? -2WL³ by 6 എന്നാവും. അപ്പൊ 2ഉം 6ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ EI into y is equal to -WL³ by 3 എന്നാവും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്താ വേണ്ടത്? y ആണ് വേണ്ടത്. അപ്പൊ y is equal to -WL³ divided by 3EI. This is the deflection of cantilever at the free end when a point load is acting at free end. Okay, ഈ മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ആണുള്ളത്. ഓക്കെ, അതായത് നെഗറ്റീവ് സൈൻ
sign negative sign shows that deflection is downwards. Therefore, downward deflection എന്ന് പറയുന്നത് എന്തായിരിക്കും? Downward deflection at free end. That is YB. B എന്ന് പറയുന്ന സ്ഥലത്തുള്ള deflection is WLQ by 3EI. Downward deflection ന്റെ value WLQ by 3EI എന്നുള്ളതാണ്. ഓക്കെ, മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മൊമെന്റ് ഏരിയ മെത്തേഡ് പഠിച്ച സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. പോയിന്റ് ലോഡ് ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഡിഫ്ലക്ഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് WLQ by 3EI ആണ്. ഇത് എക്സ്പ്രഷൻ നമ്മൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇക്വേഷൻ ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിലിവറിന്റെ ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ WLQ by 3EI എന്നുള്ള ഇക്വേഷൻ ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് ആ വാല്യൂ നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യും, അത് EId²y/dx² ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്തതിനു ശേഷം അതിനൊരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്താൽ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആയി. വീണ്ടും അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ അത് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആയി. അതിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ കാൻഡിലിവറിലുള്ള അല്ലെങ്കിൽ കാൻഡിലിവർ ബീമിൽ അപ്ലൈ ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് x0 ആകുമ്പോൾ ഡിഫ്ലക്ഷനും സ്ലോപ്പും അവിടെ 0 ആണെന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻസ് C1 C2 വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ അത് ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ ഇക്വേഷനിൽ C1 C2 വാല്യൂ കൊടുക്കുക. ഇപ്പൊ സ്ലോപ്പ് ആണെങ്കിൽ സ്ലോപ്പിന്റെ ഇക്വേഷൻ, സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സ്ലോപ്പിന്റെ ഇക്വേഷനിൽ C1 മാത്രമേ ഉള്ളൂ. ആ C1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഏത് സ്ഥലത്തെ ഡിഫ്ലക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, എക്സിന്റെ സ്ഥാനത്ത് ആ ഡിസ്റ്റൻസ് കൊടുക്കുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസിൽ ഡിഫ്ലക്ഷൻ ആണ് കിട്ടുക. Find out the deflection at the free end of a cantilever beam when UDL uniformly distributed load is acting all through the span. ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരുമായിരിക്കും, ചിലപ്പോൾ PO അല്ലെങ്കിൽ WO അങ്ങനെ എന്തെങ്കിലും വാല്യൂസ് തരുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ W നമുക്കൊന്നും തരാത്തതുകൊണ്ട് W എന്ന് പറഞ്ഞെടുത്തു. ഇൻ കേസ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ P എന്ന് പറയുന്ന ലോഡാണ് ഇപ്പൊ പോയിന്റ് ലോഡായിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ W സ്ഥാനത്ത് P കൊടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കാൻഡിലിവർ ബീം വെൻ UDL ഈസ് ആക്ടിങ് ഓൾ ത്രൂ ദ സ്പാൻ. അപ്പം നമുക്ക് ഡിഫ്ലക്ഷൻ ആണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഇത് സ്ലോപ്പും ആവാൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സ്ലോപ്പ് ആണെങ്കിൽ സ്ലോപ്പിന്റെ ഇക്വേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പോൾ കാൻഡിലിവർ അതിന്റെ ഫുൾ സ്പാനില് UDL ആക്ട് ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ W per യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞെടുക്കുവാണ്. ഓക്കെ, ഇതിന്റെ ലെങ്ത് ഞാൻ L ആയിട്ട് എടുക്കുവാണ്. A, ഇത് B. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് വേണ്ടത് B എന്ന് പറയുന്ന എൻഡിലുള്ള ഡിഫ്ലക്ഷൻ. ഇതുപോലെ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ B എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എടുത്ത് ഒന്നും കൂടെ വരയ്ക്കുക. ഓക്കെ,
എടുത്ത് മാറ്റി വരച്ചതിന് ശേഷം ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് മാർക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ എക്സ് എടുക്കുന്നത് ഫിക്സ്ഡ് എൻഡ് തന്നെയാണ്. എക്സ് ഞാൻ എടുത്തു. എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷൻ ഞാൻ അവിടെ മാർക്ക് ചെയ്തു, മറ്റേ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, ഇപ്പൊ എക്സ് ഡിസ്റ്റൻസ് ഫിക്സ്ഡ് എൻഡ് എന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ അറ്റ് എക്സ് അല്ലെ, അതായത് കൺസിഡർ എ സെക്ഷൻ അല്ലെങ്കിൽ കൺസിഡർ എ കാന്റിലിവർ ബീം ആസ് ഷോൺ ഇൻ ഫിഗർ എന്ന് പറഞ്ഞിട്ട് യുഡിഎൽ വരയ്ക്കുക, എ ബി പോയിന്റ് കാണിക്കുക, എൽ ഡിസ്റ്റൻസ് കാണിക്കുക, എക്സ് ഡിസ്റ്റൻസ് ഫിക്സ്ഡ് എൻഡ് എന്ന് മാറിയിട്ട് എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. ഇനി നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഫ്രീ എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ മൈനസ് എക്സ് ആയിരിക്കും. ടോട്ടൽ എൽ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എൽ മൈനസ് എക്സ് ആയിരിക്കും. ഇപ്പൊ എക്സ്പ്രഷൻ വരുന്നത് ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, നമ്മുടെ സെക്ഷൻ ലെഫ്റ്റിലാണുള്ളത്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ റൈറ്റ് സൈഡില് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത് മൈനസ് ഡബ്ല്യു ഓക്കെ ഇൻടു എൽ മൈനസ് എക്സ്. ഓക്കെ, അപ്പം ഇത് പോയിന്റ് ലോഡായി മാറി അത് ആക്ട് ചെയ്യുന്നത് എൽ മൈനസ് എക്സിന്റെ ഹാഫില്, മൈനസ് ഡബ്ല്യു ഇൻടു എൽ മൈനസ് എക്സ് ഇൻടു എൽ മൈനസ് എക്സ് ബൈ 2 എന്നായിരിക്കും എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, മൈനസ് എം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻടു, അല്ലെങ്കിൽ ഈ 2 കൂടെ അടിയിലേക്ക് കൊണ്ടുവരാം, മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻടു എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എക്സ്പ്രഷൻ എഴുതാം. എൽ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. എൽ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതിന് മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻടു ഇവിടെ എൽ സ്ക്വയർ മൈനസ് 2lx പ്ലസ് എക്സ് സ്ക്വയർ, കെ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാണല്ലോ. ഈ രീതിയിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പം എം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 മൈനസ് 2w എൽ എക്സ് ബൈ 2 പ്ലസ് ഇവിടെ പ്ലസ് ആവും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, ഇവിടെ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതില് ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മുടെ എക്സ്പ്രഷൻ ഒന്നും കൂടി ഒന്ന് എടുത്ത് എഴുതുമ്പോൾ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് ഡബ്ല്യു എൽ എക്സ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇ ഐ bending moment at any section അല്ലെ, m is equal to ei d square y by dx square എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ എക്സ്പ്രഷൻസ് ഫോർ ബെൻഡിങ് മൊമെന്റ്. അപ്പം m is equal to mx ഇക്വേറ്റ് ചെയ്യുമ്പോൾ ei d square y by dx square is equal to minus wl square divided by 2 plus wlx minus w square by 2 എന്നുള്ള രീതിയിൽ നമുക്ക് ആക്കാം. ഇതില് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം ഈ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 with respect to x ചെയ്ത് കഴിഞ്ഞാൽ ഇത് ei dy by dx ആവും. ഇവിടെ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ എക്സ് ബൈ 2 ആവും. ഇവിടെ മൈനസ് ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ 2 ആവും. ഇവിടെ പ്ലസ് ആണ്. ഇവിടെ മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 6 ആവും പ്ലസ് c1.
ഇതായിരിക്കും നമ്മുടെ സ്ലോപ്പിന്റെ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് അഗെയിൻ EI into y ആവും. ഇന്റഗ്രേറ്റിംഗ് അഗെയിൻ the above equation അല്ലെങ്കിൽ integrating again the equation 2 കൊടുക്കാം. EI into y is equal to minus WL square into x square divided by 4 ആയി മാറും. x നെ ഇന്റഗ്രേഷൻ ചെയ്താൽ x square by 2 ആണല്ലോ, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, x square by 4 ആവും. ഇനി ഇവിടെ പ്ലസ് WL x cube divided by 6 ആവും. ഇവിടെ മൈനസ് x raised to 4 divided by 24 ആവും, പ്ലസ് C1x പ്ലസ് C2 എന്നാവും. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഇത് ഡിഫ്ലക്ഷന്റെ എക്സ്പ്രഷനുമായി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻസ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. at x is equal to ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ at x is equal to 0 dy by dx is equal to 0 എന്നുള്ളതാണല്ലോ, അതായത് സ്ലോപ്പ് 0 എന്നുള്ളതാണ്. ഇപ്പൊ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം 0 ആയി, ഇവിടെ x ഉണ്ട്, അപ്പൊ ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി. അപ്പൊ C1 0 ആണ്, C1 is equal to 0. ഓക്കെ, ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ at x is equal to 0 ഡിഫ്ലക്ഷൻ 0 ആണ്. അപ്പൊ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ y 0 ആയി മാറും. അപ്പൊ ഇവിടെ 0 ഈക്വൽ ടു ഇവിടെ x 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, C2 മാത്രമേ ഉള്ളൂ. അപ്പൊ C2 is equal to 0 എന്ന് കിട്ടി. ഓക്കെ, ഇത് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഇതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് C1 ആൻഡ് C2 ഇൻ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, C1ന്റെയും C2ന്റെയും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 3. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഇൻ ഇക്വേഷൻ 3. ഓക്കെ, അപ്പൊ 3 കൊടുക്കുമ്പോ EI into y is equal to minus WL square x square by 4 minus WL square x square divided by 4 plus WLX cube by 6 minus WX raised to 4 by 24. WX raised to 4 divided by 24. അപ്പൊ ഇവിടെ നോക്കൂ, C1 C2 വാല്യൂ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമുകൾ മൊത്തം പോകും, ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മളോട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഫ്രീ എൻഡിലാണ് അല്ലെ, ഫ്രീ എൻഡ് ഓഫ് ദ കാന്റിലിവർ. അപ്പൊ ഫ്രീ എൻഡിലാകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായി മാറും? എയിൽ എക്സിന്റെ വാല്യൂ 0 ആണ്, എക്സിൽ എത്തുമ്പോൾ എക്സിന്റെ വാല്യൂ x ആണ്, ബിയിൽ എത്തുമ്പോൾ എക്സിന്റെ വാല്യൂ L ആയിരിക്കും. ഓക്കെ, അപ്പം ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ്, ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ at free end, substitute x is equal to L. Okay, x is equal to L കൊടുത്താൽ നമ്മുടെ എക്സ്പ്രഷൻ EI into y is equal to minus WL square L square divided by 4 plus WL into L cube divided by 6 minus WL raised to 4 divided by 24. ഇതായിരിക്കും നമ്മുടെ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ വരുന്നത്. ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ.
minus WL raised to 4 divided by 4 plus WL raised to 4 divided by 6 minus WL raised to 4 divided by 24. അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. PA into Y is equal to, നമുക്കിത് കോമൺ ആയിട്ട് ഇതില് 24 തന്നെ എടുക്കാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് 6WL raised to 4 plus 4 WL raised to 4 minus WL raised to 4. Okay, so EI into Y is equal to ഓക്കെ, അപ്പൊ ഇത് മൈനസ് 6WL raised to 4 മൈനസ് 7L raised to 4 മൈനസ് 1L raised to 4 മൈനസ് 7L raised to 4 വരും പ്ലസ് 4L raised to 4 ഡിവൈഡ് ബൈ 24 എന്നുള്ള രീതിയിൽ വരും. അപ്പൊ നമുക്കിവിടെ മൈനസ് 7 പ്ലസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 3 അല്ലെ, മൈനസ് 3WL raised to 4 by 24 എന്നുള്ള രീതിയിൽ വരും. അപ്പൊ 3യും 24 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ EI into Y is equal to minus WL raised to 4 divided by 8 വരും. ഓക്കെ, അപ്പൊ EI into Y is equal to WL raised to 4 divided by 8. അപ്പം Y is equal to എന്തായി വരും, മൈനസ് WL raised to 4 divided by 8EI. അപ്പൊ ഇതാണ് ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ്. ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ഈസ് ഡൗൺവേർഡ് എന്നുള്ളതാണ്. അപ്പൊ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് B, ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ at B, that is YB is equal to WL raised to 4 divided by 88. ഒരു കാൻഡിലിവർ ബീമില് ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് WL raised to 4 divided by 80I എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പ്രഷനിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഏതാണെങ്കിലും, ഇപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിലും കാൻഡിലിവർ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്ന് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. അതായത് ഇതുപോലെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പോയിന്റ് ലോഡ് ഫ്രീ എൻഡില്, അതുപോലെ ഫുൾ സ്പാനിൽ UDL ആ രീതിയിലുള്ളതായിരിക്കും. കാരണം അതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ സോൾവ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പല ലോഡുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിന്ന് ചോദിക്കില്ല. ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മെത്തേഡാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. യൂണിറ്റ് ലോഡ് മെത്തേഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഡ്സ് വന്നാലും ഡിഫ്ലക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ. അപ്പം ഇതില് ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. Okay, question. Find out the deflection find out the maximum deflection. Find out the maximum deflection of a simply supported beam carrying uniformly distributed load throughout the span. ഓക്കെ, അപ്പൊ ഇതാ ക്വസ്റ്റ്യൻ. മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പം മാക്സിമം ഡിഫ്ലക്ഷൻ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഓക്കെ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാ അത് വരിക എന്നുള്ളത് അറിയാം അല്ലെ. ടോട്ടൽ ആ സ്പാൻ L ആണെങ്കിൽ അതിന്റെ കറക്റ്റ് ഹാഫിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആ ഒരു ഫിഗർ വരച്ചു നോക്കാം. ഓക്കെ, അപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണല്ലോ. സിംപ്ലി സപ്പോർട്ടഡ് രണ്ട് എൻഡിലും സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കണ്ടീഷൻ കൊടുക്കാം. ഒരു എൻഡിൽ ഹിഞ്ചും ഒരു എൻഡിൽ റോളറും ഞാൻ കൊടുക്കുവാണ്. അല്ലെങ്കിൽ ആ പോയിന്റ്സിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ റെപ്രസെന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം സിംപ്ലി സപ്പോർട്ടഡ് അതിന്റെ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നു. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് W per യൂണിറ്റ് ലെങ്ത് ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ സ്പാന് L ആണ്. ഇത് A, ഇത് B. അപ്പൊ ഇതിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ ആണ്. ഇതിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ L/2 ലാണ് വരുന്നത് എന്നുള്ളത് അറിയാം. അപ്പൊ ഞാനിവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു സെക്ഷൻ സെക്ഷൻ XX എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം A. A എന്ന് പറയുന്ന പോയിന്റ് നിന്ന് ഒരു X ഡിസ്റ്റൻസ് മാറിയിട്ട് XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് XX-ലുള്ള ബെൻഡിങ് മൊമെന്റ്, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് X. ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിപ്പോ സിംപ്ലി സപ്പോർട്ട് ആകുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ VA എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടായിരിക്കും, VB എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കാന്റിലിവറിലെ പോലെ ഫ്രീ എൻഡ് എന്നല്ല, അല്ലെങ്കിൽ ഫ്രീ എൻഡ് ഇല്ല. അപ്പൊ നമ്മളിവിടെ ഏതെങ്കിലും ഒരു എൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റിയാക്ഷനും കൂടെ ആ ബെൻഡിങ് മൊമെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, ബെൻഡിങ് മൊമെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ റിയാക്ഷൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റിയാൽ W×L ആയിരിക്കും. അപ്പം ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഇതിന്റെ ഹാഫ് ആയിരിക്കും റിയാക്ഷൻ ആയിട്ട് വരിക. അപ്പൊ WL/2 ആയിരിക്കും റിയാക്ഷൻ. ദാറ്റ് ഈസ് VA ആൻഡ് VB വിൽ ബി WL/2 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ VA×X ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെന്റ്, അതുകൊണ്ട് പ്ലസ് ആണ്, മൈനസ് W×X/X/2. ഇതാണ് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ. അപ്പം ഇതിൽ VA-ന്റെ സ്ഥാനത്ത് നമുക്ക് വാല്യൂ കൊടുക്കാം. VA is WL/2 WL/2 × X. അപ്പൊ WLX/2 മൈനസ് WX²/2 എന്നുള്ളതാണ് ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ is equal to EI d²y/dx² എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പം EI d²y/dx² is equal to WLX/2 minus WX²/2. ഓക്കെ, അപ്പൊ അത് ഇക്വേഷൻ നമ്പർ 1 ആക്കി ഞാൻ വെക്കുവാണ്. ഓക്കെ, അപ്പൊ ഇതിനെ സ്ലോപ്പിന്റെയും ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആക്കി മാറ്റും. അപ്പൊ ഇന്റഗ്രേറ്റ് ഇക്വേഷൻ 1, ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു X. ഓക്കെ, അപ്പം ഇത് EI dy/dx ആവും WLX/2. ഇപ്പൊ WLX-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ X² ഡിവൈഡ് ബൈ ഓൾറെഡി ഇവിടെ 2 ഉണ്ട്, 2 × 2 ദാറ്റ് ഈസ് 4 മൈനസ് WX² X³ ആവും, X³/3 എന്നാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, 2 × 3 എന്ന് പറയുന്നത് 6 ആയിരിക്കും, പ്ലസ് C1. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് സ്ലോപ്പിന്റെ എക്സ്പ്രഷൻ. ഇനി ഇന്റഗ്രേറ്റിംഗ് അഗെയിൻ അപ്പൊ EI × Y equal to WLX³ ഡിവൈഡ് ബൈ 4 × 3 എന്ന് പറയുമ്പോൾ അത് 12 ആവും. ഓക്കെ, മൈനസ് WX⁴
എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 4 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പൊ 6 into 4 എന്ന് പറയുന്നത് 24 ആവും. പ്ലസ് C1x പ്ലസ് C2. ഇക്വേഷൻ നമ്പർ 3. ഇനി ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ആണ്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഇതില് സിംപ്ലി സപ്പോർട്ട് ആകുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് 0 ആവുമ്പോൾ y 0, അതായത് ഡിഫ്ലക്ഷൻ 0 എന്നുള്ളതാണ്. പിന്നൊന്ന് ഫുൾ സ്പാനിൽ യൂഡിയൽ ആയതുകൊണ്ട് എക്സ് L/2 ആവുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു L/2 ആവുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് dy/dx ഈസ് ഈക്വൽ ടു 0. അപ്പൊ അത് ഞാൻ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാണ്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു L/2 ആവുമ്പോൾ dy/dx സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് റിഫ്ലക്ട് ആവുമ്പോൾ ഈ രീതിയിലായിരിക്കും ഈ ബീം ഡിഫ്ലക്ട് ആവുക. ഓക്കെ, ഇത് സപ്പോർട്ട് ആണെങ്കിൽ ഈ രീതിയിൽ ഡിഫ്ലക്ട് ആവും. ഡിഫ്ലക്ട് ആകുമ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏത് പോയിന്റിലെ സ്ലോപ്പ് ആണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ ഇപ്പൊ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റും ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹൊറിസോണ്ടലും ടാൻജന്റും ഒരേ ലൈനിലൂടെയാ അല്ലെങ്കിൽ പാരലൽ ആയിട്ടാ പോകുന്നത്. അപ്പൊ അവിടെ ആംഗിൾ ഇല്ല. ദാറ്റ് ഈസ് തീറ്റ ഈസ് അല്ലെങ്കിൽ dy/dx ഈസ് 0 എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു L/2 ആവുമ്പോൾ dy/dx 0. അപ്പൊ ഇക്വേഷൻ നമ്പർ 2ലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം dy/dx 0 ആവുന്ന കേസ്. അപ്പം എക്സ് L/2 കൊടുക്കാൻ പോവാം. അപ്പൊ dy/dx 0 ആയാൽ LHS അത് 0 ഈക്വൽ ടു, ഇനി ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് L/2 കൊടുക്കണം. അപ്പൊ WL into L/2 സ്ക്വയർ. അപ്പൊ WL into L/2 സ്ക്വയർ. Okay, WL into L/2 square divided by 4 minus WX cube. അപ്പൊ W into L/2 cube. W into L/2 cube divided by 6. Divided by 6 plus C1. ഇത് സോൾവ് ചെയ്യണം. C1 ആണ് നമുക്ക് വേണ്ടിയത്. 0 ഈക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ WL into L square divided by 4, that is WL square. അപ്പൊ L square divided by 4 ഇവിടെ ഓൾറെഡി 4 ഉള്ളതുകൊണ്ട് WL square divided by 16 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, WL cube by 16 എഴുതാൻ പറ്റും. WL cube divided by L into L square by 4 എന്നാണല്ലോ. അപ്പൊ L into L square എന്ന് പറയുമ്പോൾ L cube ആവും. ഡിവൈഡ് ബൈ 4 ഉണ്ട്. ഈ 4 കൂടി വരുമ്പോൾ 16 ആവും. മൈനസ് ഇവിടെ W ഇൻറ്റു ഇത് ഓൾറെഡി ക്യൂബ് തന്നെയാണ്. അപ്പൊ WL ക്യൂബ് ഡിവൈഡഡ് ബൈ ഇവിടെ 8 ആണല്ലോ. 2 into 2 into 2 എന്ന് പറയുന്ന 8 ആണ്. 8 into 6 48. ഓക്കെ, പ്ലസ് C1. അപ്പൊ C1 ആണ് എനിക്ക് വേണ്ടിയത്. Zero is equal to കോമൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് 48 എടുക്കാലോ. 48 എടുക്കുമ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് C1 ഇതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാ. C1 ഇവിടെ ഇട്ടിട്ട് ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ മൈനസ് WL ക്യൂബ് ബൈ 16 ആൻഡ് ഇത് പ്ലസ് ആയി വരും WL ക്യൂബ് ബൈ 48. എടുത്ത ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ LHSലേക്ക് ഈ രണ്ട് ടേമിനെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ മൈനസ് WL ക്യൂബ് ബൈ 16 പ്ലസ് WL ക്യൂബ് ബൈ 48. അപ്പൊ C1 ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് ഞാൻ 48 പുറത്തെടുക്കുവാണ്, ഡിവൈഡ് ന്യൂമറേറ്ററിൽ എടുക്കുവാണ്. അപ്പൊ ഇവിടെ മൈനസ് 16 48 ആവണമെങ്കിൽ 3. അപ്പൊ 3 WL ക്യൂബ് പ്ലസ് WL ക്യൂബ്, ദാറ്റ് ഈസ് C1 ഈസ് ഈക്വൽ ടു
മൈനസ് 3 പ്ലസ് 1 അല്ലെ, അതായത് മൈനസ് 3 WL³ പ്ലസ് WL³ എന്ന് പറയുമ്പോൾ മൈനസ് 2 WL³ ഡിവൈഡഡ് ബൈ 48 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2ഉം 48ഉം എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ C1 ഈസ് ഈക്വൽ ടു മൈനസ് WL³ ഡിവൈഡഡ് ബൈ 24 എന്നാക്കാം. ഇത് 24 ആണ്. WL³ ഡിവൈഡ് ബൈ 24. അപ്പോൾ C1 ന്റെ വാല്യൂ എനിക്ക് കിട്ടി. C1 വാല്യൂ ഈസ് മൈനസ് WL³ ഡിവൈഡ് ബൈ 24. ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ at x is equal to L/2 ചെയ്തപ്പോൾ dy/dx അവിടെ 0 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് പ്രകാരം സ്ലോപ്പിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ C1 ന് വാല്യൂ കിട്ടി. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യാണ്. നമുക്കറിയാം at x is equal to 0 y is equal to 0. x 0 ആകുമ്പോൾ അവിടെ സ്ലോപ്പ് മാക്സിമം ആണ്, ഡിഫ്ലക്ഷൻ അവിടെ 0 ആണ്. ഓക്കെ, അതായത് സപ്പോർട്ടില് ഡിഫ്ലക്ഷൻ ഇല്ല. ഓക്കെ, ഡിഫ്ലക്ഷൻ ഈസ് 0 എന്നുള്ള കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ഇതാണ്. എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, അപ്പം y വാല്യൂ വിൽ ബി 0. അപ്പൊ നമുക്ക് ഈ ടേം RHS-ൽ 0 ആയി, സോറി LHS-ൽ 0 ആയി. RHS-ലേക്ക് വരുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 0, ഈ ടേമുകളൊക്കെ പോയി, C1ന്റെ ടേം പോയി, C2 വാല്യൂ 0 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് C2 വാല്യൂ ഈസ് 0 എന്നുള്ളതാണ്. അപ്പൊ C2 ഈസ് 0. അപ്പൊ C1 നമുക്ക് കിട്ടി മൈനസ് WL³/24 ആൻഡ് C2 നമുക്ക് 0 എന്നും പറഞ്ഞു കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ ആണ്. മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് സെന്റർ ഓഫ് ദി സപ്പോർട്ടിലാണ്, സെന്റർ ഓഫ് ദി സ്പാൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എടുക്കുക. ഡിഫ്ലക്ഷന്റെ ഇക്വേഷനിൽ C1 C2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം substituting the value of C1 and C2 in equation number 3. Substituting deflection equation substitute ചെയ്യാണ്, കാരണം അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. Substituting the value of C1 and C2 in equation number 3. Okay, അപ്പം ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ് EI into Y. Okay, EI into Y. EI into Y is equal to WLX³/12. WLX³/12 minus WX⁴/24 പ്ലസ് C1x. C1 ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ C1 ന്റെ സ്ഥാനത്ത് മൈനസ് WL³/24. ഓക്കെ, അപ്പൊ മൈനസ് WL³/24 മൈനസ് WL³/24. C1x ഉണ്ടായി ഇക്വേഷനിൽ. ഓക്കെ, അപ്പൊ ഇൻറ്റു എക്സ്. ഓക്കെ, മൈനസ് WL³/24 എക്സ്. ഇനി അതില് C2 ഉണ്ട്. C2 ഓൾറെഡി 0 ആണ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത് ഡിഫ്ലക്ഷന്റെ. ഓക്കെ, അപ്പൊ ടു ഫൈൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ substitute x L/2 എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെ. substitute x is equal to L/2. Okay, അപ്പൊ EI into Y is equal to WL into L³/2³ എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. 8/12 മൈനസ് മൈനസ് W എക്സിന്റെ സ്ഥാനത്ത് L/2 കൊടുക്കുക. L⁴ ഡിവൈഡ് ബൈ 2⁴ എന്ന് പറയുമ്പോൾ 2 into 2 4, 4 into 2 8, 8 into 2 16. L⁴ divided by 16
ബൈ 24 മൈനസ് ഇവിടെ WL ക്യൂബ് ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് L/2 വരും, ഇൻറ്റു L ഡിവൈഡ് ബൈ 2. അപ്പൊ 24 ഓൾറെഡി ഉണ്ട്, അപ്പൊ 48 എന്നാവും. ഓക്കെ, അപ്പൊ നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. EA ഇൻറ്റു Y ഈക്വൽ ടു WL raised to 4 divided by 8 into 12. 8 into 12 എനിക്ക് 96 അല്ലേ, 8 into 12 96 ആണ്, മൈനസ് WL raised to 4 divided by 24 into 16. 24 into 16 എത്രയാ വരിക? 24 into 16 384 ആണ്. 24 into 16 384 വരും. അപ്പൊ 384 മൈനസ് WL raised to 4 divided by 48 എന്ന് വരും. ഇത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യണം. അപ്പം EA into Y, അപ്പൊ എനിക്ക് തോന്നുന്നു 96 plus 96 plus 96 plus 96, അതായത് 96 into 4 എന്ന് പറയുന്നത് 384 ആണ്. 48 into 8 എന്ന് പറയുന്നതും 384 ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് 384 പുറത്തെടുക്കാം. ഡിവൈഡ് ബൈ 384 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 96 ആകുമ്പോൾ 4 WL raised to 4 മൈനസ് ഇവിടെ 384 ആകുമ്പോൾ WL raised to 4, 48 ആകുമ്പോൾ 8 WL raised to 4. ഓക്കെ, അപ്പം ഇത് ഷോർട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ EA into Y is equal to ഇവിടെ 4ഉം മൈനസ് WL raised to 4ഉം മൈനസ് 8ഉം. മൈനസ് WL raised to 4 മൈനസ് 8 എന്ന് പറയുമ്പോൾ മൈനസ് 9 ആവും. മൈനസ് 9 WL raised to 4 പ്ലസ് 4 WL raised to 4 എന്ന് പറയുമ്പോൾ 5 WL raised to 4 എന്നാവും. ഡിവൈഡ് ബൈ 384 എന്ന് വരും. അപ്പൊ ഡിഫ്ലക്ഷൻ Y is equal to 5 WL raised to 4 divided by, അതായത് മൈനസ് ഉണ്ട്, മൈനസ് 5 WL raised to 4 divided by 384 EA. ഇതാണ് ഡിഫ്ലക്ഷന്റെ എക്സ്പ്രഷൻ. മൈനസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ, അതായത് മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ മാക്സിമം ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ at mid span. ഓക്കെ, അപ്പം Y ഈക്വൽ ടു 5 WL raised to 4 divided by 384 EI. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ അറിയാം. നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് കാണാതെ ഈ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5 WL raised to 4 divided by 384 EI ആണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിന്റെ കൺസെപ്റ്റ്.